അപ്പൊ ഇത് വെക്കുമ്പോ തന്നെ നമ്മൾ ചോദിക്കും, മോള് അല്ലെങ്കിൽ മോന് ഇങ്ങനെ സാധ്യതയുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ വഴക്കൊന്നും പറയണ്ട, ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക, അത് മതി, പ്രണയമായിരിക്കും, അല്ലെങ്കിൽ അതിന് ഇന്ന ദോഷവശങ്ങൾ അവിടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം. പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് തീർച്ചയായിട്ടും ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അവരുടെ ഗ്രഹനിലയിൽ കണ്ടിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്താണെങ്കിലും അത് പണ്ടാണെങ്കിലും ഒരു വരിയായാലും മതി. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളെ ചേഞ്ച് ചെയ്യും, ഉറപ്പാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, സംഗതി മനസ്സിലായില്ലേ, എന്തുകൊണ്ടാണ് കുറച്ചുപേരിൽ കണ്ടുമുട്ടല് പോലും പ്രീ പ്ലാൻഡ് ആണ്. അപ്പൊ ഇപ്പൊ മോളുടെ ജാതകം എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ഒരു ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് കം അറേഞ്ച്ഡ് ആണോ. അതെങ്ങനെ നോക്കാൻ പറഞ്ഞാൽ ലവ് ഉണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കാർമിക് ഇതെല്ലാം ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു മുജ്ജന്മാർജിത കർമ്മ ബന്ധാണ് അവിടെ. അപ്പൊ ഒരാള് ഇപ്പൊ മോള് എൻ്റെ മോളായിട്ട് ജനിച്ചത് ഏതോ ഒരു ജന്മത്തിൽ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ ആ ഒരു പിന്തുടർച്ചയാണ് ഇവിടെ. അതുപോലെ ഒരാളെ കണ്ടുമുട്ടുക, അയാൾക്ക് നമ്മൾ ചില കേസിലൊക്കെ. എല്ലാവർക്കും NBCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ജ്യോതി മാഡം ആണ്. നമസ്കാരം. ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അത് ആദ്യത്തെ ചോദിക്കാൻ പോവാണ്. ചിലരുടെ വിവാഹത്തില് ഫെയിലിയേഴ്സ് സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന് ആസ്ട്രോളജിക്കലി അതിന്റെ റീസൺസ് എന്തൊക്കെയാവാം? വക്കീലന്മാർക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്ന ഒരു വിഷയമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് എത്തിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആസ്ട്രോളജിയിൽ നേരത്തെ അറിഞ്ഞിട്ട് ഈ വിവാഹത്തിനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ? അതെ, മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു മഹത്തായ സംഭവമാണത്. ചിലർക്ക് അതിലിപ്പോ വിശ്വാസം കുറവാണ്. കാരണം ഇന്നത്തെ പുതിയ യുഗത്തില് പിള്ളേർ പറയും കൂടുതൽ നമ്മൾ ലവ് മാരേജ് ആണ് നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിഞ്ഞാൽ പിഴവുകൾ സംഭവിക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഇപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് പറയുന്ന. കൂടുതൽ പണ്ടുള്ള ആളുകൾ പെട്ടെന്ന് ഒരാൾ വരുന്നു, അയാൾ നമ്മളെ കാണുന്നു, വീട്ടുകാർ അതെല്ലാം നിശ്ചയിക്കുന്നു, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല, അതായിരുന്നു റീസൺ. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താ, നിങ്ങൾ നേരത്തെ പരിചയപ്പെടുന്നു, ഒരുപാട് തവണ നമ്മൾ അയാളെ കുറിച്ച് അയാളുടെ ക്യാരക്ടർ അടുത്തറിയാനുള്ള ഉപാധികളുണ്ട്. ഫോണായിട്ടാണെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും അതിനുള്ള സമ്മതങ്ങൾ തരുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. എന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഡിവേഴ്സ് അല്ലെങ്കിൽ കലഹങ്ങള്, ഈഗോ ക്ലാഷുകൾ എല്ലാം വരുന്നുണ്ട്? അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പൊ എന്നാൽ പണ്ടും വളരെ ഇഴചേർന്ന് വളരെ പ്രണയാതരമായിട്ട് ജീവിച്ചിട്ടുള്ള ദമ്പതികളും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫസ്റ്റ് സൈറ്റ് അച്ഛൻ പറഞ്ഞു, ചായ ആയിട്ട് വന്നു, കണ്ടു, പോയിട്ട് കല്യാണം കഴിച്ചവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചവരുണ്ട്. അങ്ങനെ തന്നെ വന്നിട്ട് ഒന്നും ചേരാതെ പൊട്ടിപ്പോയവരുണ്ട്. ഇന്നിപ്പോ കാലം മാറി, നമുക്ക് ഫോണിലൂടെ ആണെങ്കിലും നന്നായിട്ട് അടുത്തറിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോയിട്ടും അന്നുണ്ടായിരുന്നത് പൂനേക്കാൾ ഏറെ താളപ്പിഴകൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ എടുത്തത്, അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ താളപ്പിഴകൾ വരുന്നതെന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ അസ്ട്രോളജിക്ക് പരമായിട്ട് നോക്കുമ്പോൾ അതിന് ഉത്തരവുണ്ട്. അപ്പൊ നമ്മളൊരു ആളുടെ ഗ്രഹനില എടുക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവും ഇയാള് എങ്ങനെയുള്ള ആളാണ്, ഇയാള് കുറച്ച് ഈഗോയുള്ള ആളാണോ, ഇയാളുടെ പിന്നെ വ്യാഴം ഏത് രീതിയിലാണ്, പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ്, 7ാം ഭാവവുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ, 7ലേക്ക് ദൃഷ്ടിയുണ്ടോ, 7 നിൽക്കുന്ന ഗ്രഹം എന്താണ്, അയാളുടെ പിന്നെ ശുക്രൻ ഏത് ഭാവത്തിലാണ്, ശുക്രനും 5ഉം 7ഉം, 5 എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യാണ്, അതുപോലെ മനസ്സാണ്. അപ്പൊ 5ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമായിട്ട് ബന്ധമുണ്ടോ? 7 എന്ന് പറഞ്ഞ വിവാഹം, 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണയം, മനസ്സ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയതാണെന്ന് പറഞ്ഞാലും പണ്ടാണെങ്കിലും ഇന്നാണെങ്കിലും അവിടെ ഒരു പ്രണയ സാധ്യതയുണ്ട്. അതിൽ 5ലെ ശുക്രനാണ് നിൽക്കുന്നത്, ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ശുക്രന്റെ സ്വന്തം വീട്ടിലെ ഉച്ചസ്ഥനായിട്ട്. മീനൻ രാശിയാണ് ശുക്രന്റെ ഉച്ചസ്ഥാനം. അപ്പൊ അത് 7ാം ഭാവമായിട്ട് വന്നിട്ട് അവിടെ ശുക്രൻ നിൽക്കുകയും അത് 5ഉം 7ഉം തമ്മിൽ ബന്ധം വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവിടെ പ്രണയം ഉണ്ടാകാം. അത് നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വളരെ എന്താണ് പിള്ളേരെ ഒന്നും പുറത്തേക്കൊന്നും ഇറക്കാതെ വളരെ ഇതായിട്ട് വളർത്തിയിരുന്ന കാലത്തും പ്രണയവിവാഹം ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അത് ഒരു പ്രത്യേക ഇതാണ്, നമ്മുടെ കർമ്മഫലമാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ എപ്പോഴൊക്കെയോ ഇപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടൽ പോലും
പ്രീ പ്ലാൻഡ് ആണ്. അപ്പൊ ഇപ്പൊ മോളുടെ ജാതകം എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ഒരു ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് കം അറേഞ്ച്ഡ് ആണോ. അതെങ്ങനെ നോക്കാൻ പറഞ്ഞാൽ ലവ് ആദ്യം 5-7 തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ശുക്രൻ എവിടെയാണ്, ശുക്രനുമായിട്ട് ബന്ധമുണ്ടോ, 5-ാം ഭാവത്തിന് 7-ാം ഭാവത്തിന് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പ്രണയത്തിന് ഒരു തീവ്രത ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് ആ ശുക്രന്റെ ബലം അനുസരിച്ചിരിക്കും. പിന്നെ അത് 2-ാം ഭാവം എന്ന് പറഞ്ഞ കുടുംബമാണ്. അപ്പൊ അതും ഇതിനകത്തോട്ട് കണക്റ്റഡ് ആണോ, അവിടെ ഗുരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഭാവത്തിൽ നിൽക്കുന്നുണ്ടോ, ഗുരുവിന്റെ നോട്ടം ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതൊരു കല്യാണത്തിലേക്ക് എത്തുമോ. അതുപോലെ തന്നെ അത് കുടുംബം പിന്നീട് അതിന് സപ്പോർട്ട് നിൽക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹനിലയിൽ അറിയാൻ പറ്റും. ചില കേസിൽ വരുമ്പോഴത്തേക്ക് കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുവിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ പറയുമ്പോൾ കാസ്റ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ചേരാത്ത എന്നൊക്കെ പറയില്ലേ, അപ്പൊ കുടുംബക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത കേസ് 9-ാം ഭാവം കൊണ്ട് നമ്മൾ അപ്പോൾ ചിന്തിക്കണം. അവിടെ ദോഷമായിട്ടുള്ള ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഗുരു മാലിഫിക് ആയിട്ടുള്ള ഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുക, ഗുളികന്റെ ദൃഷ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ ഒരു കല്യാണം നടന്നാൽ തന്നെ, അതുപോലെ രാഹു കേതുവിന്റെ ബന്ധം, പ്രത്യേകിച്ച് രാഹുവിന്റെ ബന്ധം ശുക്രനുമായിട്ട് 7-ലോ 5-ലോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ വരാം. അപ്പൊ അത് ചിലപ്പോ ഗുരുവിന്റെ കടാക്ഷമൊന്നും ഇല്ലായെങ്കിൽ ഒളിച്ചോടി പോവുകയോ. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്താണ്, മന്ത്രോച്ചാരണങ്ങളോടെ നിലവിളക്കും നിറപറയൊക്കെ വെച്ച് നമ്മുടെ ഹിന്ദു ആചാരമാണ്. ഏത് ആചാരത്തിലാണെങ്കിലും അവിടെ ഒരു മന്ത്രങ്ങളോ അതിന് തുല്യമായ ദൈവവചനങ്ങളുടെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അത് ഗുരു. അപ്പൊ അതാണ് ഗുരുവിന്റെ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഗുരു കടാക്ഷം ഉണ്ടാകണം, ഗുരു നല്ല രീതിയിലായിരിക്കണം ഗ്രഹനിലയിൽ ഉണ്ടാവുക. അപ്പൊ അതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തീർച്ചയായിട്ടും ഇന്റർകാസ്റ്റ് മാരേജ് ആണ് അവരുടെ ഗ്രഹനിലയിൽ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്താണെങ്കിലും അത് പണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാം ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു മുജ്ജന്മാർജിത കർമ്മ ബന്ധാണ് അവിടെ. അപ്പൊ ഒരാള് ഇപ്പൊ എന്റെ മോളായിട്ട് ജനിച്ചത് ഏതോ ഒരു ജന്മത്തില് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പിന്തുടർച്ചയാണ് ഇവിടെ. അതുപോലെ ഒരാളെ കണ്ടുമുട്ടുക, അയാൾക്ക് നമ്മൾ ചില കേസിലൊക്കെ പ്രണയം ചിലപ്പോ വിവാഹത്തിലെത്താതെ പോകും. അയാൾ കുറെ പ്രാരാബ്ധ കർമ്മങ്ങൾ തന്നിട്ട് പോകും നമുക്ക്. അപ്പൊ നമ്മൾ അയാളെ പ്രാകാം, അല്ലെങ്കിൽ അവനെ ചതിച്ചു എന്നൊക്കെ പറയാം. ഒരുപക്ഷെ ആ വ്യക്തി ഏതോ ജന്മത്തില് കുറെ കടപ്പെട്ടിട്ടുണ്ടാവും അയാൾക്ക് നമ്മൾ കുറെ വേദനകൾ സമ്മാനിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ ജന്മത്തില്. അതായത് കർമ്മം തന്നെ 3 തരത്തിലുണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മങ്ങള്, അതായത് പ്രാരാബ്ധ കർമ്മമുണ്ട്, അതുപോലെ തന്നെ സഞ്ചിത കർമ്മമുണ്ട്, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ആഗമി അത് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ നമ്മുടെ ആഗമി കർമ്മം കൊണ്ട് നമുക്കതിനെ എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം. പരിഹാര കർമ്മങ്ങൾ ഇപ്പൊ ഒരാളുടെ ജാതകത്തിൽ ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ആണുള്ളത്, അവിടെ എന്താണ് ഗുരു ഇച്ചിരി ഗുരു പ്രൊട്ടക്ഷൻ, ഗുരു വീക്കാണ്, അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം വേറെ എന്തെങ്കിലും മാലിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുരു വക്രത്തിലാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അയ്യോ ഈ കുട്ടിയുടെ ജാതകത്തിലേ ഉണ്ട് അവൾ ഇങ്ങനെയാണ്, അവൾക്ക് ശരിയാവില്ല കല്യാണം, അല്ലെങ്കിൽ 7-ൽ കുജൻ നിൽക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൊവ്വാദോഷം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്ത് കർമ്മങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അപ്പൊ നമ്മള് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ജ്യോതിഷയെ കൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷനെ കൊണ്ട് നമ്മളത് നോക്കിച്ച് ആ ഗ്രഹങ്ങൾ ഏത് ഊർജത്തിനാണ്, എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ പ്ലാനറ്റിനും ഒരു എനർജി ഉണ്ട്. അപ്പൊ ആ എനർജിയെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുകയും, ചിലത് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടുള്ള അർച്ചനകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കും. താന്ത്രിക ചിലപ്പോൾ സ്റ്റോണ്, ലക്കി സ്റ്റോൺ പോലുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഭാവത്തെ കുറച്ചുകൂടി എംപവർ ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ജാതകത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം. എല്ലാവരോടും ഇപ്പൊ രാഹുവായിട്ടൊക്കെ വളരെ മാലിഫിക് ആയിട്ടുള്ള ഗ്രഹങ്ങൾ 7-ാം ഭാവത്തിൽ നിൽക്കുകയാണ്, അങ്ങോട്ട് ഗുരുവിന്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കുട്ടികളോട് പറയാം, മക്കളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ജാതകത്തിലുള്ളത് കൊണ്ട് കൂട്ടുകുടുംബം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇന്ന രീതിയിൽ ഫോളോ ചെയ്തു പോകണം, ഇന്ന ഗ്രന്ഥങ്ങൾ വായിക്കണം, ഇന്ന പാരായണം ചെയ്യണം, നിങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ മാതാപിതാക്കൾക്കാണെങ്കിലും തീർച്ചയായിട്ടും പരിഹാര കർമ്മങ്ങൾ
ക്ഷേത്ര വഴിപാടുകളായിട്ടും പ്രാർത്ഥനകളായിട്ടും ഒക്കെ നടത്തി നമുക്ക് ആഗമി ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കുറേയൊക്കെ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ പാസ്റ്റ് കർമ്മ അങ്ങനെ ആയതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെയാണ്, അതിനടിമപ്പെട്ടു പോയി, ഇനി രക്ഷയില്ല, ഇതെന്റെ വിധി, അങ്ങനെ പറയാൻ പാടില്ല. കുറച്ചൊക്കെ നമുക്കും ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ അതിനാണ് വെച്ചിരിക്കുന്നത്. ഈ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ പണ്ട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് പണ്ട് നമ്മുടെ വീട്ടിൽ എന്റെയൊക്കെ അമ്മുമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടി ജ്യോതിഷയെ കാണാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഇത്ര ഇന്ന നക്ഷത്രത്തിലാണ്, ഇന്നതാണ്, ആ നക്ഷത്രത്തിന്റെ സ്വഭാവം ഇതാണ്, അപ്പൊ അവൾക്ക് കുറച്ച് ദുശാഠ്യം ഉണ്ടാവും, ആ കുട്ടി ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു അറിവ് അന്നുണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ നമുക്കത് അങ്ങനെയുള്ളൊരു പിടിപ്പല്ല. നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് ആർക്കും നവഗ്രഹങ്ങൾ ഏതാണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരായതുകൊണ്ട് ജ്യോതിഷപരമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ട് ഇതൊന്നും എല്ലാവർക്കും ഇത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പഠിച്ച അറിവുള്ള ആളുകളെ ഇപ്പോഴാണെങ്കിൽ സുഖമാണ്, ഓൺലൈൻ വഴിയൊക്കെ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓഫീസിൽ ഇരുന്ന് പോലും കുട്ടിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ജ്യോതിഷീനെ കാണാനായിട്ട് പോകാനോ അതിന് കുറെ സ്പെൻഡ് ചെയ്യാൻ സമയമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലടക്കമുള്ള ഒരുപാട് ചാനലുകളിൽ സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ച് ഇന്ന കാര്യങ്ങളാണെന്ന് അറിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളും ചെയ്തു പോയാൽ കുട്ടികളുടെ ഭാവി സേഫാക്കാം. വെറുതെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെയാണ് ജാതകത്തിൽ നമ്മൾ, അല്ലാതെ ഒരാളുടെ ഗ്രഹനിലയില് അത് ചന്ദ്രാലായാലും ലഗ്നാലായാലും 2 ഫലങ്ങളാണ്. ചന്ദ്രനെ കൊണ്ടും നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ ലഗ്നം അത് എങ്ങനെയാണ്, അവിടെ ഗുരു, അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, ഈ ഗ്രഹങ്ങൾ, ശനി, ഇതിന്റെയൊക്കെ കിടപ്പോശമൊക്കെ നോക്കിയിട്ട് ലഗ്നത്തിന്റെ നിൽപ്പ്, അതിന്റെ ശക്തി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇത് ഒരു 7ാം ഭാവം കണ്ടു, അല്ലെ 5 വഴിയും കൂടി ബന്ധപ്പെട്ടു, ശുക്രൻ അതിപ്പോ ഇങ്ങനെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് ശരിക്കും നമ്മൾ എല്ലാ ഭാവങ്ങളും നോക്കി വ്യക്തമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഒരാളെ പറ്റി അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രഡിക്ഷനായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പ്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ പരിഹാര കർമ്മങ്ങളിലോ അല്ലെങ്കിൽ അതിന് പറ്റിയ പരിഹാരം എന്ന് പറഞ്ഞാൽ എല്ലാം ഹോമവും പൂജയാണെന്ന് കരുതരുത്. നമുക്ക് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ലളിതാ സഹസ്രനാമം, അതുപോലെ ചെറിയ ചെറിയ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പോലും വലിയ ഒരുപാട് സമയമാണെന്ന് വിചാരിക്കുന്നത്, അതിൽ തന്നെയുള്ള 1-2 വരികൾ അത് സ്പെസിഫൈ ചെയ്ത് അത് പഠിച്ചിട്ട് അത് മാത്രം ദേവിയെ ആരാധിക്കുക, എല്ലാം നമ്മുടെ മനസ്സിലാണ്. അപ്പൊ മനസ്സിൽ തീക്ഷ്ണമായ ഒരു ആഗ്രഹവും എന്റെ കർമ്മവിധിയെ എനിക്ക് മാറ്റണം എന്ന അതിയായ ഒരു മോഹവും അതുപോലെ അർപ്പണതയും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നീളത്തിലൊന്നും ചൊല്ലേണ്ട കാര്യമില്ല. ഒരു വരിയായാലും മതി. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളെ ചേഞ്ച് ചെയ്യും, ഉറപ്പാണ്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ, സംഗതി മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുറച്ചുപേര് ലവ് മാരേജിലേക്ക് പോകുന്നത്? കുറച്ചുപേര് എന്നിട്ടും ഇത്രയും ഇതാണെന്ന് പറഞ്ഞിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരിക്കലും, ഇപ്പൊ നമുക്കറിയാം മാട്രിമോണിയൽ കോളേജുകളിലൊക്കെ നോക്കുമ്പോൾ ഇത്രയും സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കോളേജിൽ പോകുന്നു, പിന്നെ ഒരുപാട് ആൾക്കാരെ കാണുന്നു, ചിലർ പ്രണയത്തിലാകുന്നു, ചിലർ വിവാഹത്തിലാകുന്നു. ഇതിലൊന്നിനും പെടാതെ കുറെ ആളുകൾ നിൽക്കുന്നില്ലേ? അതെന്താ? അവർക്ക് പിന്നെ സെൻസ് ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ഒരാളെ കണ്ടാൽ അറിയാത്തതുകൊണ്ടോ? പ്രണയം പഠിപ്പിക്കാത്തതുകൊണ്ടാണോ? അതല്ല, അവരെ മനസ്സിൽ ആ പ്രണയം കാര്യങ്ങള് ചിലർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്ന പ്രണയങ്ങളുണ്ടാവും. ഒരാൾക്ക് തീക്ഷ്ണമായ പ്രണയമുണ്ട്, അതിനൊക്കെ നമുക്ക് ഗ്രഹനില നോക്കിയാൽ അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചിലർക്ക് ഭയങ്കര കുജിനുമൊക്കെ ആയിട്ട് രാഹുവൊക്കെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കര സെക്ഷൽ ഡിസയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ചിലര് മനസ്സുകൊണ്ട് പ്രണയിക്കും, ചിലര് ഇതുപോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലായിരിക്കും പ്ലഷർ കാണുന്നത്. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഗ്രഹനില അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പഴയതാണ്, ഒരു പഴഞ്ചനാണ്. അത് നോക്കിയാലൊന്നും അറിയില്ല എന്ന് പറയുന്ന എത്രയോ ആളുകൾ നമ്മളെ കണ്ടിട്ട്, അപ്പൊ ഇത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും, മോള് അല്ലെങ്കിൽ മോനെ ഇങ്ങനെ സാധ്യതയുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ വഴക്കൊന്നും പറയണ്ട, ഒരു ഗൈഡ് ലൈൻ കൊടുക്കുക, അത് മതി, പ്രണയമായിരിക്കും, അല്ലെങ്കിൽ അതിന് ഇന്ന ദോഷവശങ്ങൾ അവിടെ ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഇന്ന ദേവിയെ നിങ്ങൾ ഇന്ന ഉപാസന ചെയ്യൂ, കുട്ടിക്ക് വേണ്ടി ഇന്ന വഴിപാട് കഴിക്കൂ. കുട്ടിക്ക് അപ്പൊ ഇപ്പൊ നമുക്ക് പറയാം ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗുരുവിനെ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യൂ, ഗുരുവായൂരപ്പന് ഇന്ന വഴിപാട് കഴിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വ്യാസപൂജ ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക്
ആ പ്രത്യേക ദോഷത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. അപ്പൊ ഇത് ജ്യോതിശാസ്ത്രം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇത് തന്നെയാണ് ഇത് വർഷങ്ങളായിട്ടും ഈ ശാസ്ത്രം ഇന്നും വളരെ എന്താണ് പവർഫുൾ ആയിട്ട് നിൽക്കാനുള്ള കാരണം അത് ജീവിതവുമായിട്ട് അത്രയേറെ ഇഴയെടുപ്പുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പണ്ടേ ഇതൊക്കെ നശിഞ്ഞു പോകേണ്ടതല്ലേ. അതാണ്.